ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെറ്റ് സാരി മേക്കോറായിട്ടാണ്. വിഷുവൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ ഒരു സാരിയാണ്. ഏകദേശം ഒരു 13 വർഷം മുന്നത്തെ ഒരു സാരിയാണ്. ഒരു നോർമൽ ഗോൾഡൻ ബോർഡറാണ്. സെറ്റ് മുണ്ടാണ്, സെറ്റ് സാരിയല്ല, സെറ്റ് മുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു മേക്കോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ളൊരു പപ്പായ ഇല്ലേ, പച്ച പപ്പായ, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഡെമോ ചെയ്ത് നോക്കി. അപ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സാരിയിലേത് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ വിചാരിച്ച് വീണ്ടും ഒരു പപ്പായ എടുക്കാമെന്ന്. നമ്മളിവിടെ കാസർഗോഡൊക്കെ ഇതിന് പപ്പായ എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ഓമക്കായ്, കപ്ലങ്ങ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി എടുത്തു. ഓൾറെഡി ഞാൻ ഒരെണ്ണം ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം, ഏതാണ് നല്ല ഭംഗിയിൽ വരുന്നത് അത് നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ എടുത്ത പപ്പായ രണ്ടായി മുറിച്ച് അതിൽ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കാൻ നോക്കി. അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ഇതാക്കിയിട്ട് ഞാൻ ഡ്രസ്സിൽ ചെയ്യാൻ നോക്കി. ഓൾറെഡി ഞാനൊരു പഴയ തുണിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് തന്നെ സെറ്റ് സാരിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം വളരെ ഈസിയാണ്. ഒരുപാട് മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു കഷ്ണം പപ്പായ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു. പക്ഷേ ഞാൻ ട്രൈ ചെയ്തത് ഇതാണ്. ഇത് സംഭവം വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ അളവെടുത്ത് അങ്ങനെയൊന്നും ചെയ്തതല്ല. ഞാൻ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇത് വെച്ചത്. ചിലതൊന്നും ഞാൻ പെയിൻറ്റ് കറക്റ്റായിട്ട് വരാത്ത കാരണം ചിലത് അത്ര ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പോൾ അത് പിന്നീട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യായിരുന്നു. ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. ഇത്ര പെർഫെക്റ്റോടു കൂടി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫൈനൽ ഔട്ട്പുട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നുണ്ട്, ഇനി ഒരു സെറ്റ് സാരി കൂടി ഉണ്ട്, അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പഴയ സെറ്റ് സാരീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ റെഡാണ് എടുത്തത്. ഓറഞ്ചും ഒക്കെ നല്ല കോമ്പിനേഷനായിരിക്കും, ഓറഞ്ച് കളറൊക്കെ നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ചെയ്തെടുത്തു. 2 ബോർഡറിലും സെറ്റ് മുണ്ടിൻ്റെ 2 ബോർഡറിലും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 1 hour കൊണ്ട് തന്നെ ഞാൻ എല്ലാം ചെയ്തു വെച്ചു. ഫ്ലോറിൽ വെച്ചിട്ടാണ് ഞാൻ സാരി ഒരു ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒരു സംഭവം ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം പഴയൊരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പെയിൻറ്റ് മറ്റേ സൈഡും കൂടി വരുന്നുണ്ട്. ഞാൻ വെച്ച ബെഡ്ഷീറ്റിലും കൂടി ചെറുതായിട്ട് പെയിൻറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെയാണ് ചെയ്തത്. ആക്ച്വലി ഞാൻ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ഒരു പൊട്ട് സാരി ഉണ്ടല്ലോ, പ്രാണയുടെ, അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഒരു പൊട്ട് സാരി, അത് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ചെയ്യാനായിട്ട് ഒരു സ്പോഞ്ച് വേണം, നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു സ്പോഞ്ച് വേണം ആ ഒരു വട്ടത്തിന്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പപ്പായ വെച്ചിട്ടുള്ള ഈ ഒരു പരിപാടിയിലായിട്ട് കടന്നത്. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ നമുക്ക് 2 പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പോർഷൻ ആദ്യം ചെയ്തു, എന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും അടുത്ത പോർഷൻ ചെയ്യുകയാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അക്രിലിക് പെയിൻറ്റ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാരിയുടെ വേറെ എവിടെയും പെയിൻറ്റ് ആവാതെ, തട്ടാതെ, മുട്ടാതെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ വൈറ്റ് സാരിയാണല്ലോ. അപ്പോൾ വേറെ എവിടെയെങ്കിലും പെയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാവും. അപ്പം അങ്ങനെയാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തത്. പിന്നെ ഈ സാരി പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10-13 വർഷം പഴക്കമുള്ള ഒരു സാരിയായിരുന്നു. അത്യാവശ്യം ചുക്കിച്ചുളിഞ്ഞിരുന്ന ഒരു സാരിയാണിത്. അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്തിട്ടാണ് ഈ ഒരു വർക്കിലോട്ട് കടന്നത്. ചെറിയ 2 ബോട്ടിൽ, 25 രൂപയുടെ 2 ബോട്ടിലാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത് പെയിൻറ്റ്. അപ്പോഴത്തേക്കും അത് തീർന്നു പോയി. അങ്ങനെ ഞാൻ വീണ്ടും 2 ബോട്ടിലും കൂടി വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ ഒരു 100 രൂപ അത്ര മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ. സംഭവം ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ബോഡിയിൽ മൊത്തം ഇങ്ങനെ ഈ ഒരു വർക്ക് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ബോഡി മൊത്തം പ്ലെയിൻ ആണല്ലോ, നമ്മൾ ബോർഡറിൽ മാത്രമാണല്ലോ ചെയ്തത്. പിന്നെ വിചാരിച്ച് വേണ്ട, ആദ്യം ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് നോക്കിയിട്ട് പിന്നീട് ബോഡിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇതാണ് ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ പപ്പായയുടെ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്തെടുത്തത്. അപ്പം ഔട്ട്പുട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഞാൻ ഇത്ര ഒരു ഇത് പ്രതീക്ഷിച്ചില്ല. നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് ഇതിന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. നമ്മുടെ പഴയ സെറ്റ് സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് കൊടുത്ത് നമുക്കൊരു എന്താ പറയുക പുത്തൻ ഡിസൈനിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വിഷു ആശംസകൾ.